ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇലക്കറി വർഗ്ഗ വിളയാണ് ചീര. കുറഞ്ഞ നമുക്ക് കൃഷിയിടത്തിൽ നേരിട്ട് വിത്ത് പാകി കൃഷി ചെയ്യുകയാണെങ്കിൽ 28 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയുന്ന ഇലക്കറി വർഗ്ഗ വിളയാണ് ചീര എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മഴക്കാലത്ത് ചീര കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ചീരയിലെ ഇലപ്പുള്ളി രോഗമാണ്. റൈസോക്ടോണിയ എന്ന് പറയുന്ന ഒരു കുമിളാണ് ഈ ഇലപ്പുള്ളി രോഗത്തിന് കാരണമായ ഒരു രോഗകാരി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കീടരോഗ നിയന്ത്രണ മാർഗ്ഗങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ അവലംബിച്ചു കഴിഞ്ഞാൽ മഴക്കാലത്തുണ്ടാകുന്ന ഇലപ്പുള്ളി രോഗങ്ങളിൽ നിന്നും ചീരകൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയുമെന്നതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് നമ്മൾ കൃഷിക്കായി നിലമൊരുക്കുന്ന സമയത്ത് നന്നായിട്ട് കുമ്മായം ചേർക്കുക. ഒരു സെന്റിന് ഒരു 2.5 മുതൽ 3 കിലോ കുമ്മായ വസ്തുക്കൾ, ഇപ്പോൾ കുമ്മായമോ ഡോളമൈറ്റോ കക്കപ്പൊടിയോ ഏതെങ്കിലും ഒരു കുമ്മായ വസ്തു അല്ലെങ്കിൽ ലൈമിംഗ് മെറ്റീരിയൽസ് മണ്ണിൽ ചേർത്തുകൊണ്ട് മണ്ണിന്റെ pH കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃഷി ആരംഭിക്കാവുന്നതാണ്. കുമ്മായ വസ്തുക്കൾ മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിഞ്ഞ് മാത്രമാണ്, ഒരു 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് കൃഷിയിടത്തിലേക്ക് കൃഷി ആരംഭിക്കാവുന്നതാണ്. കൃഷി ആരംഭിക്കുന്നതിന് മുന്നോടിയായി കൃത്യമായിട്ട് നന്നായിട്ട് ട്രൈക്കോഡർമയിൽ സമ്പുഷ്ടീകരിച്ച ചാണകം അടിവളമായി കൊടുക്കണം. നമുക്കറിയാം, നമ്മുടെ ചെടിയുടെ വേരുപടലങ്ങളെ ആക്രമിക്കുന്ന, ചെടികളുടെ വളർച്ചയ്ക്ക് ഹാനികരമാവുന്ന ധാരാളം കുമിളുകൾ നമ്മുടെ മണ്ണിലുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള കീടങ്ങളും മണ്ണിലുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കീടങ്ങളുടെ ഗ്രബുകളൊക്കെ നമ്മുടെ മണ്ണിൽ ധാരാളം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി ട്രൈക്കോഡർമയിൽ സമ്പുഷ്ടീകരിച്ച ചാണകം അടിവളമായി കൊടുക്കുക. ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ് ഈ ട്രൈക്കോഡർമ. കാർഷിക വിളകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ്. അപ്പോൾ ട്രൈക്കോഡർമയിൽ സമ്പുഷ്ടീകരിച്ച ചാണകം അടിവളമായി കൊടുത്തിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ ചീരവിത്ത് വിതയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വളർന്നു വരും. ഒരു പരിധിവരെ ഇലപ്പുള്ളി രോഗത്തിൽ നിന്നൊക്കെ പ്രതിരോധ ശക്തി കിട്ടുന്നതാണ്. നമ്മൾ നല്ല ആരോഗ്യമുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതും നല്ല കരുത്തുള്ളതും രോഗകീടബാധ ഒന്നുമില്ലാത്ത കൃഷിയിടത്തിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കുക. വിത്തുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ ചീരവിത്ത് കുതിർക്കാൻ വെക്കണം. കുതിർത്ത ശേഷം നമ്മൾ കൃഷിയിടത്തിലേക്ക് വിതയ്ക്കുകയാണെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചീരവിത്ത് വിതയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഉറുമ്പുകൾ നമ്മുടെ ചീരവിത്തുകൾ എടുത്തുകൊണ്ട് പോകുന്നു എന്നതാണ്. അപ്പോൾ ഉറുമ്പിന്റെ ആക്രമണത്തിൽ നിന്നും ചീരവിത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ റവയിൽ കുഴച്ച് ചീരവിത്തുകൾ നമ്മൾ കൃഷിയിടത്തിൽ വിതയ്ക്കാറുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കലർത്തിയ മിശ്രിതത്തിൽ ചീരവിത്ത് കുഴച്ച് നമ്മൾ കൃഷിയിടത്തിലേക്ക് വിതയ്ക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ചീരവിത്ത് വിതച്ച ശേഷം കൃഷിയിടത്തിന് ചുറ്റും മഞ്ഞൾപ്പൊടിയും ഉപ്പും കലർന്ന മിശ്രിതം നമ്മൾ ഒരു ബോർഡർ തീർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നേരം നമ്മൾ നടാൻ ആവശ്യമായ വിത്ത് കുതിർത്ത ശേഷം മരപ്പൊടിയിലോ അല്ലെങ്കിൽ ജൈവ വളത്തിലോ മണലിലോ കുഴച്ച് നമ്മുടെ കൃഷിയിടത്തിലേക്ക് വിതയ്ക്കുകയാണെങ്കിൽ ഒരു വിത്ത് പോലും ഉറുമ്പെടുക്കില്ല. എല്ലാ വിത്തും നന്നായിട്ട് മുളച്ചു വരുമെന്നതാണ്. ഇവിടെ നമുക്ക് 1 മണിക്കൂർ വിത്ത് കുതിർക്കുക. കുതിർത്ത ശേഷം നമ്മുടെ ചീരവിത്തുകൾ വിത്ത് പരിചരണത്തിന് വിധേയമാക്കണം. വിത്ത് പരിചരണം എന്ന് പറഞ്ഞാൽ വിത്ത് വഴി ഉണ്ടാകുന്ന പലതരം കീടങ്ങളെയും ഇലകളിൽ ഉണ്ടാകുന്ന ഇലപ്പുള്ളി രോഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, ഫംഗൽ ഇൻഫെക്ഷൻ, കടചീയൽ, ഇതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വിത്ത് പരിചരണം നടത്തണം. നമ്മൾ വിത്ത് പാകുന്ന സമയത്ത് തന്നെ വിത്ത് പരിചരണം നടത്തണം. 10 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ ലായനിയിൽ ഒരു 20 മിനിറ്റ് നേരം നടാനാവശ്യമായ കുതിർത്ത 1 മണിക്കൂർ കുതിർത്ത വിത്തുകൾ അത് സ്യൂഡോമോണസ് ലായനിയിലൂടെ മുക്കി വെച്ച ശേഷം നമ്മുടെ കൃഷിയിടത്തിലേക്ക് വിതയ്ക്കുകയാണെങ്കിൽ എല്ലാ വിത്തുകളും മുളച്ചു വരുമ്പോൾ നല്ല രോഗപ്രതിരോധ ശേഷി കിട്ടും. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള പലവിധ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നും ചെടികൾക്ക് സംരക്ഷണം കിട്ടുന്നതാണ്. ചീര നന്നായിട്ട് വളർന്നു വരുന്ന സമയത്ത് 2 ഗ്രാം പാൽക്കായം, 8 ഗ്രാം മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ 1/2 സ്പൂണ് സോഡാപ്പൊടി എന്നിവ 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ച് നമ്മുടെ ചീരകളുടെ ഇലകളിൽ തളിക്കുകയാണെങ്കിൽ ചീരകളുടെ ഇലകൾക്ക് നല്ല പ്രതിരോധ ശക്തി കിട്ടും. ഇലപ്പുള്ളി രോഗം വരാതെ പ്രതിരോധ ശക്തി കിട്ടുന്നതിന് ഇത് വളരെ സഹായമാവും. ഇവിടെ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളാത്താങ്കര ചീരയാണ്. വ്ളാത്താങ്കര ചീരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലപ്പുള്ളി രോഗത്തെ ഒരു പരിധി വരെ അതിജീവിക്കാനുള്ള ശേഷിയുണ്ട്. വ്ളാത്താങ്കര ചീരയിലും ഇലപ്പുള്ളി രോഗം വരും. പക്ഷേ വ്ളാത്താങ്കര ചീരയിൽ ഇലപ്പുള്ളി രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആ ഇലപ്പുള്ളി രോഗം ബാധിച്ച ശിഖരങ്ങളും ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും പുതുതായിട്ട് മുളച്ചു വരുന്ന ശിഖരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതുതായി തിളർത്ത് വരുന്ന ശിഖരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ശിഖരങ്ങളായിരിക്കും. പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങൾ വാങ്ങി നമ്മുടെ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുക. പിന്നെ മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചുവന്ന ചീരകൾക്കിടയിൽ പച്ചച്ചീര ഇടകലർത്തി നട്ടു കഴിഞ്ഞാലും ഒരു പരിധിവരെ ഇലപ്പുള്ളി രോഗത്തെ അതിജീവിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ ചീര കൃഷി ചെയ്യുമ്പോൾ ഇലപ്പുള്ളി രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സീസണിൽ അവിടെ ചീര നടാൻ പാടില്ല, മറ്റേതെങ്കിലും കാർഷിക വിളകൾ നടണം. കാരണം എന്ന് പറഞ്ഞാൽ ക്രോപ്പ് റൊട്ടേഷൻ അല്ലെങ്കിൽ വിള പരിക്രമണം നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട പൊതുവായിട്ടുള്ള ഒരു തത്വമാണ്. അപ്പോൾ ഇപ്പം ഈ പ്ലോട്ടിൽ ഇലപ്പുള്ളി രോഗം വന്നിട്ടുണ്ട്, ഇവിടെ ഇനി ചീര നടാൻ പാടില്ല. ഇവിടെ മറ്റു കാർഷിക, ഇപ്പം വഴുതനയോ വെണ്ടയോ പച്ചമുളകോ ഇങ്ങനെയുള്ള കാർഷിക വിളകൾ നടാം. റൈസോക്ടോണിയ എന്ന കുമിളാണ് ഇലപ്പുള്ളി രോഗം പരത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഈ കൃഷിയിടവുമായി ബന്ധപ്പെട്ട് റൈസോക്ടോണിയ എന്ന് പറയുന്ന ഫംഗസ് ധാരാളം കാണപ്പെടും. അപ്പോൾ വീണ്ടും നമ്മൾ ചീരയാണ് നടുന്നതെങ്കിൽ ആ ചീരയിലും ഇലപ്പുള്ളി രോഗം വളരെ പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജലസേചനം നടത്തുമ്പോൾ നമ്മൾ ചീരകളുടെ ചുവട്ടിൽ മാത്രം ജലസേചനം നടത്തുക. ഇലകളിൽ ഒരു കാരണവശാലും നമ്മൾ ഓസ് ഉപയോഗിച്ചൊക്കെ ചീറ്റി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ചീര കൃഷി ചെയ്യുമ്പോൾ പൊതുവെ അതിന്റെ തടത്തിൽ മാത്രം നനയത്തക്ക തരത്തിൽ ജലസേചനം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ കൃത്യമായിട്ട് അവലംബിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചീരയിലെ ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാൻ പറ്റും. പിന്നെ ഇപ്പം ഒരു 100 ഗ്രാം ചാണകം എടുത്ത് അതിൽ നന്നായിട്ട് ലയിപ്പിച്ച ശേഷം
അതിൻ്റെ തെളിയെടുത്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചീരകളുടെ ഇലകൾക്ക് നല്ല കരുത്ത് കിട്ടും, ഒരു പ്രതിരോധ ശക്തി കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ 1 ലിറ്റർ ഗോമൂത്രം 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ആ തെളിയെടുത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇലകൾക്ക് കരുത്ത് കിട്ടും. അതോടൊപ്പം തന്നെ ചെടികൾക്ക് നല്ല വളർച്ച കിട്ടുന്നതിനും അത് സഹായമാവും.